മോദിജി, പോളിംഗ് തുടങ്ങിയതിനു ശേഷം അടിച്ച ഒരൊറ്റ കാറ്റ് പോലും നിങ്ങളെ തണുപ്പിക്കുന്നില്ലല്ലോ എന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളൊന്നും ദൈവം കേട്ടില്ല എന്നും തോന്നുന്നു. സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് മുൻപേ മോദിയെ വട്ടം കൂടി പിടിക്കുന്നതിൽ കാര്യമൊന്നുമില്ല എന്നറിയാം. എന്നിരുന്നാലും പോളിംഗ് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ മറ്റ് അട്ടിമറികളൊന്നും നടന്നില്ലെങ്കിൽ BJP കേവല ഭൂരിപക്ഷം പോലും നേടില്ല എന്നുള്ളതാണ് സകല സർവേകളും റിപ്പോർട്ടുകളും രാഷ്ട്രീയ നിരീക്ഷകരും എന്തിനേറെ പറയുന്നു. നിർമ്മല സീതാരാമന്റെ ഭർത്താവ് പോലും പറഞ്ഞില്ലേ, ആകെ മൊത്തം BJPക്കും NDAക്കും കൂടി കിട്ടുന്നത് 262 സീറ്റ് മാത്രമാണ്. അതായത് കേവല ഭൂരിപക്ഷത്തിന് പിന്നെയും 10 സീറ്റുകൾ വേണം. പോളിംഗ് തുടങ്ങുന്നതിന് മുൻപ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളിലേക്ക് രാജ്യം കടന്നപ്പോൾ മൂന്നാം ഊഴത്തിലായിരുന്നു BJP. അന്ന് മോദി പറഞ്ഞത്, ഞാൻ തന്നെയാണ് ഇനിയും പ്രധാനമന്ത്രിയാവുക, അത് വിദേശികൾക്ക് വരെ അറിയാമെന്നും. അതുകൊണ്ടാണ് ജൂലൈ സെപ്റ്റംബർ മാസത്തേക്കുള്ള വിദേശ ക്ഷണപത്രിക തന്റെ മേശപ്പുറത്തിരിക്കാൻ കാരണമെന്നും ഘോരഘോരം പറഞ്ഞതാണ്. അഥവാ മോദിയെ വിദേശികൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ക്ഷണിക്കുകയാണ് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്ക് എന്നൊക്കെയാണ് ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചുകൊണ്ട് മോദി പറഞ്ഞത്. അവിടെയാണ് 400 സീറ്റും BJPയും സഖ്യകക്ഷിയും സ്വപ്നം കണ്ടതും. എന്നാൽ പോളിംഗ് തുടങ്ങിയ ശേഷം പോളിംഗ് ശതമാനം കുത്തനെ കുറയുകയും BJP കോട്ടയായി UP, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെയും വളരെ കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയതുമൊക്കെ BJPക്ക് കനത്ത നിരാശയാണ് സമ്മാനിച്ചത്. മൂന്നാം ഘട്ടം കഴിഞ്ഞപ്പോഴേ പകുതി സീറ്റിലേക്കുള്ള പോളിംഗ് പൂർത്തിയായപ്പോൾ BJP നില പിന്നെയും പരുങ്ങലായി. അതുകൊണ്ടൊക്കെയാണ് മോദിയെ തണുപ്പിക്കുന്ന ഒരു കാറ്റുപോലും ഉത്തരേന്ത്യയിൽ നിന്നോ ദക്ഷിണേന്ത്യയിൽ നിന്നോ വീശിയിട്ടില്ല എന്ന് പറയാനും കാരണം. ഇവിടെ കേരളവും തമിഴ്നാടും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന് BJP അവകാശപ്പെടുമ്പോൾ സർവേ പറയുന്നത് MK സ്റ്റാലിന്റെ കയ്യിൽ നിന്നും ഒരൊറ്റ സീറ്റ് പോലും BJPക്ക് കിട്ടില്ല എന്നാണ്. പകരം 39 സീറ്റും ഇന്ത്യ മുന്നണിക്കാണ് എന്ന് സർവേകൾ പറയുന്നത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോണ്ടിച്ചേരി ഉൾപ്പെടെയുള്ള തമിഴ്നാട്ടിലെ 40-ൽ 39 സീറ്റുകളും ഇന്ത്യ സഖ്യം നേടുമെന്ന സർവേ റിപ്പോർട്ടുകളാണ് DMKയുടെ ആഭ്യന്തര സർവേയിലെ വിവരങ്ങൾ പുറത്തുവരുന്നത്. 32 ഇടങ്ങളിൽ വൻ ഭൂരിപക്ഷവും 7 ഇടങ്ങളിൽ ചെറിയ ഭൂരിപക്ഷത്തിന്റെ വിജയിക്കുമെന്നുമാണ് സർവേ സൂചിപ്പിക്കുന്നത്. ഏപ്രിൽ 19-ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ പാർട്ടി പ്രവർത്തകരെ ഉപയോഗിച്ച് DMK ആഭ്യന്തര സർവേ നടത്തിയിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതേ ഭൂരിപക്ഷം ഇത്തവണയും പാർട്ടി നേടുമെന്ന് സർവേ പറയുകയും ചെയ്യുന്നുണ്ട്. ത്രികോണ മത്സരം നടന്ന തേനി, കോയമ്പത്തൂർ, തിരുനെൽവേലി, രാമനാഥപുരം, പൊള്ളാച്ചി, തിരുച്ചിറപ്പള്ളി, കള്ളക്കുറിച്ചി എന്നിവിടങ്ങളിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുമെന്നും സർവേയിൽ പറയുന്നു. എന്നിരുന്നാലും തമിഴ്നാട്ടിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിക്കില്ല എന്നും ഇതേ സർവേ കാണിക്കുകയാണ്. 7 ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടമായ ഏപ്രിൽ 19-നായിരുന്നു തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് നടന്നത്. തമിഴ്നാട്ടിൽ ഇത്തവണ 69.72% വോട്ടിംഗ് ആണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണ ഇത് 72%.